രാജു പി നായർ, ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ശിക്ഷാവിധിയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഒന്ന്, ഇപ്പോൾ വധശിക്ഷ തുടങ്ങിയ കാര്യങ്ങൾ, വധശിക്ഷ വിധിച്ചാലും നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമായി മാത്രമേ വധശിക്ഷ നടക്കാറുള്ളൂ എന്ന് നമുക്കറിയാം. അത് കേൾക്കുമ്പോൾ ഒരു വധശിക്ഷ എന്നൊരു ഇമ്പാക്ട് ഉണ്ടാകുമെന്നുള്ളതിനപ്പുറത്ത് വധശിക്ഷ എന്നുള്ളത് അത്ര പ്രായോഗികമായി നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഇവിടെ കൃത്യമായും കോടതി റെമിഷൻ തടഞ്ഞിരിക്കുന്നു. നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് രാഷ്ട്രീയ അക്രമ കേസിലൊക്കെ പ്രതിയായ ആളുകൾക്ക് ജീവപര്യന്തം വിധിച്ചാലും സർക്കാരുകൾ ഓരോരോ കാരണം പറഞ്ഞ് ഇളവ് കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് ജീവപര്യന്തക്കാർക്ക് 14 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഇറങ്ങാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇത് അങ്ങനെ ഉണ്ടാവാത്ത വിധത്തിലുള്ള ഒരു ജാഗ്രത അക്കാര്യത്തിൽ കൃത്യമായി ഉണ്ടായിരിക്കുന്നു. ഇവരുടെ മൊത്തം ശിക്ഷാ കാലയളവ് 20 വർഷം പൂർത്തീകരിക്കുന്നതിന് മുൻപ് റെമിഷൻ പാടില്ല എന്ന് വളരെ ശക്തമായി ഹൈക്കോടതി വിധിച്ചിരിക്കുകയാണ്. അതാണ് ഈ കേസിനകത്ത് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രതികളുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കുറഞ്ഞത് 8 കൊല്ലമെങ്കിലും ഇവർ ഇനിയും അകത്ത് കിടക്കേണ്ടി വരും. ഈ കൊലയാളി സംഘം എന്ന് പറയുമ്പോൾ അതിലെ ആദ്യത്തെ 6 പേർ എന്ന് പറയുന്നത് കൊട്ടേഷൻ സംഘാംഗങ്ങളാണ്. അവർ നിരവധി ക്രിമിനൽ കേസുകളിൽ, ഇതുപോലെയുള്ള കൊലക്കേസുകളിൽ പ്രതികളായിട്ടുള്ള ആളുകളുമാണ്. അപ്പോൾ അവർ അത്രയും കാലം അകത്ത് കിടന്നാൽ ജനങ്ങൾക്ക് അത്രയും കാലം സമാധാനത്തോടു കൂടി ജീവിക്കാം എന്നുള്ളത് കൂടിയാണല്ലോ അർത്ഥം. തീർച്ചയായിട്ടും അഭിലാഷ്, എന്തായാലും ഈ വിധി സത്യം പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നൊരു വിധിയാണ്. കാരണം വ്യക്തിപരമായിട്ട് ഞാനും വധശിക്ഷയ്ക്ക് എതിരായിട്ടുള്ള ഒരാളാണ്. കാരണം വധശിക്ഷ പലപ്പോഴും നമ്മുടെ ദേഷ്യത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വൈരാഗ്യത്തെയോ ശമിപ്പിക്കാൻ മാത്രമേ ആവൂ. അതൊരു നീതി നടപ്പാക്കലാണെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നില്ല. അതുമാത്രമല്ല, മരണം പലർക്കും രക്ഷയാണ്. സ്വന്തം ജീവിതത്തോട് വിലയില്ലാത്തവനാണ് ഇത്തരത്തിലുള്ള കൃത്യങ്ങൾക്ക് ഇറങ്ങുന്നത്. അവന് മരണം എന്ന് പറഞ്ഞാൽ രക്ഷയാണ്. അതിനേക്കാൾ നല്ലത് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ ശിക്ഷ നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും നല്ല ഒരു മാതൃക. അതുകൊണ്ട് തന്നെ ഞാനതിനെ സ്വാഗതം ചെയ്യുകയാണ്. പുതിയൊരു പ്രസിഡൻ്റായിട്ട് ഈ കേസ് മാറട്ടെ എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഇവിടെ ശ്രീ പ്രകാശൻ മാസ്റ്റർ ഉന്നയിച്ച വാദങ്ങളെല്ലാം നോക്കാം. ഈ കീഴ്ക്കോടതിയുടെ വിധിയുടെ, ട്രയൽ കോർട്ടിൻ്റെ വിധിയുടെ 828-ാമത്തെ പാരഗ്രാഫ് ഉണ്ട്. അതിനകത്ത് പറയുന്നത്, ആദ്യത്തെ സെൻറ്റൻസ് ഞാൻ വായിക്കുന്നില്ല, രണ്ടാമത്തെ സെൻറ്റൻസ്, മോട്ടീവ് ഓഫ് ദ മർഡർ വാസ് പൊളിറ്റിക്കൽ ആനിമോസിറ്റി. അക്യൂസ്ഡ് 1 to 7 were tools in the hands of the person who entertained political enmity towards the deceased. എന്ന് വെച്ചാൽ 1 മുതൽ 7 വരെ ഈ മനുഷ്യനോടുള്ള രാഷ്ട്രീയ വൈരാഗ്യം അത് അനുവദിച്ചു കൊടുത്ത അവരുടെ കയ്യിലെ ആദ്യ ആയുധമായിരുന്നു ഇവർ. മനസ്സിലായില്ലേ? അപ്പോൾ ആരാണ് ഈ ആയുധങ്ങൾ? മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ കൊടുത്ത മറുപടിയുണ്ട്. ഇതിനകത്ത് ആരൊക്കെയാണ് ഈ കേസിലെ പ്രതികൾ, അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നുള്ളത് 11/6/2018 കേരളത്തിൻ്റെ നിയമസഭയിൽ കൊടുത്തിരിക്കുന്ന ഇതിൽ കിർമാണി മനോജ് ഉൾപ്പെടെ സുനി ഉൾപ്പെടെ 12 പേര് CPM ആണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒന്ന് തള്ളി പറയാൻ പ്രകാശ് മാസ്റ്റർക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ CPM-കാരായിട്ടുള്ള പ്രതികൾ മാത്രമുള്ള ഈ കേസിൽ അത് മറ്റാരോ ചെയ്തതാണെന്നും അത് CPM-ന് ബന്ധമില്ലാത്തതാണെന്ന് പ്രകാശൻ മാഷ് പറഞ്ഞാൽ മാഷ് ഒരു ചോദ്യവും കൂടി മറുപടി പറയണം. കണ്ണൂരെ പാർട്ടി നേതൃത്വം ഉൾപ്പെടെ കില്ലർ സ്ക്വാഡുകൾ മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതും കൂടി പ്രകാശൻ മാഷ് ഒന്ന് പറയണം. 12 പേര് CPM-കാരാണ്. ഇതിനകത്ത് ശിക്ഷിക്കപ്പെട്ടവർ മുഴുവൻ CPM-കാരാണ്. അതിനകത്ത് കുഞ്ഞനന്ദൻ എന്ന കൊലയാളി ഉൾപ്പെടെയുണ്ട്. ഇവരെല്ലാം പാർട്ടി നേതൃത്വം പറഞ്ഞുകൊണ്ട് സ്വർണം പൊട്ടിക്കാൻ അർജുൻ ആയങ്കിയുടെ നേതൃത്വത്തിൽ കൊടുക്കുന്ന ടീമിനെ നമുക്കറിയാം. കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കില്ലർ സ്ക്വാഡിനെ വാടകയ്ക്ക് കൊടുക്കുന്ന പാർട്ടിയാണോ CPM എന്ന് അങ്ങ് വ്യക്തമാക്കണം. ഇവിടെ പൊളിറ്റിക്കൽ ആനിമോസിറ്റി വിധിയിൽ പറയുന്നു. എന്താ പൊളിറ്റിക്കൽ ആനിമോസിറ്റി? ശ്രീമതി രവ പറഞ്ഞതാണ്, ആ കൊലപാതകം കഴിഞ്ഞ് അതിൻ്റെ ശരീരത്തിൻ്റെ ഗന്ധം മാറുന്നതിന് മുമ്പ് ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ 12 പേരും CPM-കാരാണെന്ന് പറഞ്ഞ നേതാവാണ് പറഞ്ഞത് കുലംകുത്തി എന്നും കുലംകുത്തിയാണ്. 828-ാമത്തെ പാരഗ്രാഫിലെ പൊളിറ്റിക്കൽ ആനിമോസിറ്റി എന്ന് പറയുന്നത് ഈ കുലംകുത്തി എന്നും കുലംകുത്തിയാണെന്നുള്ള പരാമർശമാണ്. അതിനകത്ത് ദ പീപ്പിൾ ഹു എന്റർടൈൻഡ് ദ പൊളിറ്റിക്കൽ ആനിമോസിറ്റി എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ പിണറായി വിജയനാണ്. ഒരു സംശയവും വേണ്ട. ആ പിണറായി വിജയൻ അതിന്റെ നേരിട്ടുള്ള ഉത്തരവാദിത്വം ജനങ്ങൾക്ക് മുന്നിൽ വെളിവാകുന്നതാണ് കുലംകുത്തിയ പരാമർശം. അപ്പോൾ അങ്ങനെയുള്ള പിന്നെ അഭിലാഷം ഞാൻ ചോദിക്കേണ്ട ഒരു മിനിറ്റ്, ഈ പ്രതികൾക്ക് ഇതിനകത്ത് കിടക്കുമ്പോൾ മുഴുവൻ സഹായം ചെയ്തു കൊടുത്തതാരാ? കിർമാണി മനോജിനും സുനിയെയും ജയിലിനകത്തിട്ട് പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജയിലിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത് ദിവംഗതനായ കോടിയേരി ബാലകൃഷ്ണനായിരുന്നില്ലേ? ഈ കിർമാണി കൊടിസുനിയുടെയും അതുപോലെ തന്നെ അണ്ണൻ സുജിത്തിൻ്റെയും വീട്ടിലെ കല്യാണങ്ങൾക്ക് പോയി അവിടെ അവരെ എൻഡോസ് ചെയ്ത് കൊടുത്തത് ഇന്നത്തെ സ്പീക്കർ ഷംസീർ അല്ലേ? എന്നിട്ട് എന്താ പറഞ്ഞത്? ജയിലുകൾ അത് മനുഷ്യനെ ശരിയാക്കാൻ, നന്നാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഇത്രയും കൊടും ക്രിമിനലായിട്ടുള്ള
ഒരു മനുഷ്യനെ തങ്ങൾക്ക് പരിചയം പോലും ഇല്ലാത്തവരെ മുഖം പോലും കാണാൻ കഴിയാത്ത രീതിയിൽ 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ പൈശാചി എന്താ പറയാ, കാടത്തൊന്നും പറയാൻ പാടില്ല, കാരണം കാട്ടിലുള്ള നീതിക്കൊക്കെ അപ്പുറത്താണ്. കാട്ടിലൊക്കെ ഒരു പ്രത്യേക നീതിയുണ്ട്. അതിനെല്ലാം അപ്പുറമുള്ള കൊടും ക്രിമിനലുകൾ, ആ ക്രിമിനലുകൾ ഈ സംസ്ഥാനത്ത് നടത്തിയ ഏറ്റവും വലിയ ഒരു ആക്രമണത്തെ, ഈ കേരളം മുഴുവൻ തരിച്ചു നിന്ന സംഭവത്തെ, അതിന് പ്രതികളായിട്ടുള്ളവരെ പോലും സംരക്ഷിച്ച CPM ആണ്. ഇല്ലേ, കുഞ്ഞനന്തൻ ഉൾപ്പെടെ പറഞ്ഞു. എന്താ ഇപ്പോഴത്തെ വടകര സ്ഥാനാർത്ഥി എന്താ കുഞ്ഞനന്തനെ കുറിച്ച് പറഞ്ഞത്? മനുഷ്യനന്മ. ഇതാണോ മനുഷ്യനന്മ? ഒരു മനുഷ്യനെ കില്ലർ സ്ക്വാഡിനെ അയച്ച് രാത്രി കൊലപ്പെടുത്തുന്ന മനുഷ്യനന്മയെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? CPMന്റെ ഇരട്ടത്താപ്പല്ലേ ശൈലജ ടീച്ചർ? CPMന്റെ ഇരട്ടത്താപ്പല്ലേ ശൈലജ ടീച്ചർ? ഒരു സ്ത്രീയെ അവരുടെ അവകാശം, അവരുടെ മാതാവിൻ്റെയും ആ മനുഷ്യന്റെ മാതാവിൻ്റെ അവകാശത്തെ ഇല്ലാതാക്കി, അവന്റെ ജീവിക്കാനുള്ള അവകാശങ്ങളെ ഇല്ലാതെയാക്കിയിട്ട് ആ കൊലപാതകിയെ ന്യായീകരിച്ച, ഇന്നും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ശൈലജ ടീച്ചർ CPMന്റെ ഇരട്ടത്താപ്പാണ്. ടീച്ചർ മനുഷ്യ നന്മ ഉണ്ടെങ്കിൽ അവർക്കത് പറയാൻ കഴിയും.